ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മൾ LSGS മെയിൻസിൻ്റെ ആദ്യത്തെ ജോഗ്രഫി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ജോഗ്രഫി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണ്. കാരണം നമുക്കറിയാം പ്രിലിംസിന് നമ്മൾ 5 മാർക്കിൻ്റെ ജോഗ്രഫി ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചിരുന്നുള്ളൂ എങ്കിൽ ഇപ്പോൾ നമുക്ക് 10 മാർക്കിൻ്റെ ജോഗ്രഫി ക്വസ്റ്റ്യൻസ് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ജോഗ്രഫിയുടെ സിലബസ് ഇതാണ്. ബേസിക്സ് ഓഫ് ജോഗ്രഫി ഉണ്ട്, ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്, കേരള ജോഗ്രഫി ഉണ്ട്. ബേസിക്സ് ഓഫ് ജോഗ്രഫിയിൽ സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ് ഫോംസ്, പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ്സ്, ടെമ്പറേച്ചർ ആൻഡ് സീസൺ, global issues, global warming, various forms of pollution, maps, topographic maps and sign, remote sensing, geographic information system, oceans and its various movement, continents, national and other specific features. ഇത്രയും പോർഷനാണ് നമുക്ക് ബേസിക് ജോഗ്രഫിയിൽ എടുത്തു തീർക്കാനുള്ളത്. നിങ്ങൾ ഓൾറെഡി പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത കുട്ടികളായത് കാരണം ഇതിലൊരുവിധം പോർഷൻസ് ഒക്കെ നിങ്ങൾ കവർ ചെയ്തതായിരിക്കും. പക്ഷെ എന്നാലും നമുക്ക് വീണ്ടും ഒന്നുകൂടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനൊക്കെ എങ്ങനെ നോക്കിക്കാണാം എന്നാണ് നമ്മൾ ഇവിടെ ശ്രമിക്കുന്നത്. പിന്നെ കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിൽ ഈ ഒരു UPC പ്രിലിംസ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടത് കൂടെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഫസ്റ്റ് ക്ലാസ്സിൽ ഇത് ചെറിയൊരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് തരാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്നത്തെ സെക്ഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ബേസിക്സ് ഓഫ് ജോഗ്രഫി എന്ന ഹെഡിങ്ങിലെ എർത്ത് സ്ട്രക്ചർ, എർത്തിന്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നില്ലെന്ന്, അതിൽ ഇന്റീരിയർ ഓഫ് എർത്ത് ഒക്കെ എടുക്കേണ്ടതുണ്ട്. എർത്ത് സ്ട്രക്ചറിൽ ഒരു കുറച്ച് ബേസിക് ആയ കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, നമുക്കറിയാം എർത്തിന്റെ ഷേപ്പ് എന്താണെന്ന്. എന്താണ് എർത്തിന്റെ ഷേപ്പ്? എർത്തിന്റെ ഷേപ്പിനെ നമ്മൾ എന്തെന്നാണ് പറയുക? യെസ്, എർത്തിന്റെ ഷേപ്പിനെ ജിയോയിഡ് എന്നാണ് പറയുക. എന്താണ് ജിയോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ജിയോയിഡ് ഷേപ്പിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ജിയോയിഡ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ പോൾസ് ഫ്ലാറ്റന്റ് ആയിരിക്കും. നിങ്ങൾ ഈ ഇതിൽ പിക്ചർ കാണില്ലേ? പിക്ചറിൽ നോക്കൂ, പോൾസ് ഫ്ലാറ്റന്റ് ആണ്, ഇക്വേറ്റർ ബൾജ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ചിത്രമൊക്കെ വരയ്ക്കുമ്പോൾ എർത്ത് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു വട്ടത്തിലായിരിക്കും വരയ്ക്കുക അല്ലേ? പക്ഷെ ശരിക്കും അങ്ങനെയല്ല. എങ്ങനെയാണ്? പോൾസ് ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് ഇക്വേറ്ററിൽ ചെറുതായിട്ടൊരു ബൾജ് ഉണ്ട്. ആ ഷേപ്പിനെയാണ് നമ്മൾ ജിയോയിഡ് എന്ന് പറയുക. ഇത് മാത്രമല്ല ജിയോയിഡിൽ വരുന്നത്. ജിയോയിഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ സർഫസ് അൺഈവൻ ആണ്. നമുക്കറിയാം നമ്മുടെ ഭൂമി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു സ്ഫിയർ അല്ലെങ്കിൽ കറക്റ്റ് ഒരു വട്ടം ആയിരിക്കില്ല. അവിടെ ഭൂമിയിൽ പല പല കുറെ ഉയരങ്ങളുണ്ട്. അതായത് നമ്മുടെ കുന്നുകള്, മലകള്, അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ കുറച്ച് ഉയർന്നിരിക്കും, കടലൊക്കെ താഴ്ന്നിരിക്കും. അങ്ങനെ ആയിരിക്കുമ്പോൾ അതൊരിക്കലും ഒരു ഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ലാൻഡ് ഫോം ആയിരിക്കില്ല, ഒരു അൺഈവൻ സർഫസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ജിയോയിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അതൊന്ന് മനസ്സിലാക്കേണ്ടത് പോൾസ് ഫ്ലാറ്റ് ആയിട്ടും ഇക്വേറ്റർ ബൾജ് ചെയ്തിട്ടും ഇരിക്കുന്ന ഒരു ഇതിന് ഷേപ്പിനെ പറയുന്ന പേരാണ് ജിയോയിഡ്. അത് മാത്രമല്ല അതിന്റെ സർഫസ് അൺഈവൻ ആണ്. ഈ രണ്ട് കൺസെപ്റ്റ് ആണ് നമുക്ക് ജിയോയിഡിൽ നിന്ന് കിട്ടേണ്ടത്. ഓക്കെ, അടുത്ത ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കൺസെപ്റ്റ് ഈ എർത്തിന്റെ സ്ഫെറിക്കൽ ഷേപ്പ് ആണ് എന്ന് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്ത ആള് തെയിൽസ് ആണ് സ്ഫെറിക്കൽ എർത്ത് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത്. പിന്നീട് ആര്യഭട്ട നമുക്കറിയാം. ആര്യഭട്ട ഒരു ഇന്ത്യൻ സയന്റിസ്റ്റ് ആണെന്ന് നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞത് എർത്ത് എന്ന് പറഞ്ഞാൽ സ്ഫെറിക്കൽ ആണ്. അതുപോലെ എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ സ്വന്തം ആക്സിസിൽ ഇമാജിനറി ആക്സിസിൽ അത് സ്പിൻ ചെയ്യുന്നുണ്ട് എന്ന കൺസെപ്റ്റ് കൂടെ പറഞ്ഞ ആളാണ് ആര്യഭട്ട. ഓക്കെ, അപ്പൊ ഈ സ്ഫെറിക്കൽ എർത്ത് എന്നുള്ള കൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തത് തെയിൽസ് ആണ്. ആര്യഭട്ടയാണ് ആദ്യമായിട്ട് പറഞ്ഞത് എർത്തിന്റെ ഷേപ്പ് സ്ഫെറിക്കൽ ആണെന്ന് മാത്രമല്ല അത് അതിന്റെ ഇമാജിനറി ആക്സിസിൽ സ്പിൻ ചെയ്യുന്ന കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ആളാണ് ആര്യഭട്ട. നമുക്കറിയാം മെഗല്ലന്റെ യാത്രയെ പറ്റി നമുക്ക് അറിയുന്നുണ്ടാവും, സർക്കിൾ നാവിഗേഷനെ പറ്റിയിട്ട്. മെഗല്ലൻ എന്ത് ചെയ്തു? 1519 സ്പെയിനിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട്
വീണ്ടും സ്പെയിനിൽ തന്നെ എത്തി. 3 വർഷം കൊണ്ട് വീണ്ടും തിരിച്ച് സ്പെയിനിൽ തന്നെ എത്തി എന്നാണ് പറയുന്നത്. അപ്പൊ അതെന്താണ് കാണിക്കുന്നത്? നമ്മുടെ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഫെറിക്കൽ ഷേപ്പാണ്. ഭൂമിയെ വലം വെച്ച് വീണ്ടും യാത്ര ചെയ്ത് വീണ്ടും തിരിച്ച് അതേ പൊസിഷനിൽ എത്തിയത് കൊണ്ട് മെഗല്ലനാണ് ഇതിന് ആദ്യമായിട്ട് ഭൂമി ഒരു സ്ഫെറിക്കൽ ഷേപ്പ് ആണെന്നതിന് ആദ്യമായിട്ടൊരു തെളിവ് കൊണ്ടുവന്നത് മെഗല്ലനാണെന്ന് പറയാം. പക്ഷെ അതിൽ വേറൊരു കാര്യമുണ്ട്. 1519 യാത്ര തുടങ്ങിയത് എങ്കിലും മെഗല്ലന് ആ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതില് ഇടയിൽ ഫിലിപ്പീൻസിൽ വെച്ചിട്ട് മെഗല്ലൻ കൊല്ലപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അയാള് മെഗല്ലൻ ഒറ്റയ്ക്കൊന്നല്ലല്ലോ ഈ യാത്ര പോയത്. കുറെ പേരുണ്ടായിരുന്നു. ആ ഒരു ക്രൂവിലെ വിക്ടോറിയ എന്നുള്ള ഷിപ്പാണ് സ്പെയിനിൽ വീണ്ടും തിരിച്ചെത്തിയത്. ആൻഡ് അടുത്തത് എന്താ? ഇനി ആരാ പറയുള്ളത്? ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടൻ ആണ് ഈ ജിയോയിഡ് എന്നുള്ള കൺസെപ്റ്റിനെ മുന്നോട്ട് വെച്ചത് നമുക്ക് പറയാം. ഐസക് ന്യൂട്ടൻ ആണ് പറഞ്ഞത് എർത്ത് ഒരു സ്ഫെറിക്കൽ ഷേപ്പ് മാത്രമല്ല, പ്യുവർ സ്ഫെറിക്കൽ ഷേപ്പായിട്ട് നമുക്ക് എർത്തിനെ പറയാൻ പറ്റില്ല. എർത്തിന്റെ പോൾസ് ചെറുതായിട്ട് ഫ്ലാറ്റൻഡ് ആണ്. അതുപോലെ എർത്തിന്റെ മിഡിൽ പോർഷൻ, അതായത് എർത്തിന്റെ ഇക്വേറ്റർ കുറച്ച് ബൾജ് ചെയ്തിട്ടാണെന്നുള്ള കൺസെപ്റ്റ് ആദ്യമായി പ്രപ്പോസ് ചെയ്തത് സർ ഐസക് ന്യൂട്ടൻ ആണ്. അപ്പൊ നമുക്കറിയാം സ്ഫെറിക്കൽ എർത്തിന്റെ കൺസെപ്റ്റ് ആദ്യമായി പ്രപ്പോസ് ചെയ്തത് തെയിൽസ് ആണ്. അതിനെ സ്ഫെറിക്കൽ ഷേപ്പാണ് ആൻഡ് അത് അതിന്റെ ഇമാജിനറി ആക്സിസിൽ സ്പിൻ ചെയ്യുന്നുണ്ടെന്ന് ആദ്യമായി പറഞ്ഞത് ആര്യഭട്ടയാണ്. മഗല്ലനാണ് അതിനൊരു എവിഡൻസ് ആദ്യമായി കൊണ്ടുവന്നത്. ആൻഡ് ഐസക് ന്യൂട്ടൻ ആണ് പറഞ്ഞത് അത് ഒരു പ്യുവർ ആയിട്ടുള്ള സ്ഫെറിക്കൽ ഷേപ്പ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല. അതിന്റെ എർത്തിന്റെ പോൾസ് ഫ്ലാറ്റൻഡും ഇക്വേറ്റർ ബൾജ് ചെയ്തിട്ടുമാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിന്റെ ഷേപ്പ് ജിയോയിഡ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ വിശ്വസിക്കില്ല. അതിന് സ്ഫെറിക്കൽ ഷേപ്പ് ഉണ്ടെന്നതിന് നമുക്ക് കുറച്ച് തെളിവുകൾ വേണം. നമുക്ക് എല്ലാത്തിനും തെളിവുകൾ വേണം അല്ലേ? അപ്പോൾ അത്തരം കുറച്ച് തെളിവുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞാൻ പറഞ്ഞത് തന്നെ സർക്കിൾ നാവിഗേഷൻ ബൈ മെഗല്ലൻ. 1519 സ്പെയിനിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട് തിരിച്ച് 3 വർഷം കൊണ്ട് സ്പെയിനിലേക്ക് തിരിച്ചെത്തി എന്ന് ഞാൻ പറഞ്ഞു. അതാണ് ആദ്യമായിട്ട് നമുക്കതിന് എർത്തിന്റെ സ്ഫെറിക്കൽ ഷേപ്പിന് ആദ്യമായിട്ട് പറയാവുന്ന ഒരു തെളിവ്. അടുത്തതെന്ന് പറഞ്ഞാൽ സർക്കുലർ ഹൊറൈസോൺ. സർക്കുലർ ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ എന്താ? ഹൊറൈസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്രവാളമാണ്. ചക്രവാളം നമുക്കറിയാം. നമ്മളിപ്പോ എങ്ങനെ ഒരു ചിത്രം വരയ്ക്കുക? നമ്മുടെ ഭൂമിയുടെ ഒരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കേരളത്തിലുള്ളവരാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കും അല്ലെ? ഇങ്ങനെ ഇവിടെ നിന്ന് ഉദിച്ചു വരുന്നതായിട്ട് നമ്മൾ വരയ്ക്കും. ഈ ചക്രവാളം, അതായത് ഈ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുമ്പോൾ ആ ചക്രവാളത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഹൊറൈസോൺ എന്ന് പറയാ. നമുക്കറിയാം, നമ്മൾ കവിതകളിലൊക്കെ കേട്ടിട്ടുണ്ട്, ചക്രവാളത്തിൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നു. അപ്പൊ നമ്മൾ സൂര്യൻ ഉദിച്ചു വരുന്നത് എപ്പോഴും ഇങ്ങനെ ഒരു ഷേപ്പിലാണല്ലേ കാണിക്കുക. അതെന്തുകൊണ്ടാ? നമുക്കറിയാം, ഈ ഹൊറൈസോൺ എന്ന് പറയുന്നത്, ചക്രവാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഫെറിക്കൽ ഷേപ്പായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്നറിയാം. അതുകൊണ്ട് ഈ സർക്കുലർ ഹൊറൈസോൺ എന്നത് എർത്തിന്റെ ഫെർസിറ്റിനെ കാണിക്കുന്ന അതിനൊരു എവിഡൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷിപ്പിന്റെ വിസിബിലിറ്റി. നിങ്ങൾ ബീച്ചിലൊക്കെ പോവാറുള്ള ആളുകളല്ലേ? അപ്പൊ നമ്മള് ഷിപ്പ് ഇങ്ങനെ വരികയെന്ന് വിചാരിക്കും. നമ്മൾ ഇവിടെ നിന്നിട്ട് നോക്കുന്നുണ്ട് ഷിപ്പിനെ. ഷിപ്പ് ദൂരെ നിന്ന് വരുമ്പോൾ നമുക്ക് ഷിപ്പിന്റെ മുകൾ ഭാഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഷിപ്പ് അടുത്തേക്ക് വരുന്തോറും ഷിപ്പിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. അതെന്തുകൊണ്ടാ? നമ്മൾ കുറേ ദൂരെ നിന്നാണ് ഷിപ്പിനെ നോക്കുന്നത്. അപ്പൊ കുറേ ദൂരെ നിന്ന് ഷിപ്പിനെ നോക്കുമ്പോൾ ഒരു സ്ഫെറിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് ആദ്യം അതിന്റെ മുകൾ ഭാഗം കാണുകയും അടുത്തേക്ക് വരുന്തോറുമാണ് അതിന്റെ മുഴുവനായിട്ട് അതിനെ കാണാൻ പറ്റുകയും ചെയ്യുന്നത്. അപ്പൊ അതൊരു സ്ഫെറിക്കൽ ഷേപ്പ് ആയതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിക്കുന്നത്. ഇങ്ങനെ ഒരു സ്ഥലത്തായത് കാരണമാണ് ദൂരെ നിന്ന് അതിന്റെ മുകൾ ഭാഗം മാത്രം കാണുകയും അടുത്തേക്ക് വരുന്തോറും അത് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുകയും ചെയ്യുന്നത്.
അപ്പോൾ ഷിപ്പിന്റെ വിസിബിലിറ്റി ആണ് അടുത്ത പറയുന്ന ഒരു കാര്യം. ആൻഡ് സൺറൈസും സൺസെറ്റും. ഞാൻ പറഞ്ഞു സർക്കുലർ ഹൊറൈസോണിലെ ചക്രവാളത്തിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ സൺറൈസും സൺസെറ്റും നമുക്കത് കാണുമ്പോൾ തന്നെ ഇപ്പൊ കടലിലൊക്കെ പോയി നോക്കുമ്പോൾ ആ ഒരു ഒരു എങ്ങോട്ടോ ഇറങ്ങി പോകുന്നത് പോലെയാണ് നമുക്ക് സൺസെറ്റിനെ കാണാൻ പറ്റുന്നത്. അപ്പൊ അതൊരു റൗണ്ട് ഷേപ്പിലേക്ക് ഇല്ലാതാവുന്ന രീതിയിലാണ് നമുക്ക് കാണുന്നത്. ആൻഡ് ലൂണാർ എക്ലിപ്സ്. എന്താണ് ലൂണാർ എക്ലിപ്സ് നമുക്കറിയാം. ലൂണാർ എക്ലിപ്സിൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം മൂണിന് സ്വന്തമായിട്ട് പ്രകാശിക്കാൻ കഴിയില്ല. നമുക്കറിയാം മൂണിന് എവിടെ നിന്നാണ് വെളിച്ചം കിട്ടുന്നത്? സണ്ണിൽ നിന്നാണ് മൂണിന് റിഫ്ലക്ട് ചെയ്യാനുള്ള ലൈറ്റ് കിട്ടുന്നത്. അപ്പോ നമ്മള് ലൂണാർ എക്ലിപ്സിൽ എന്താണ് സംഭവിക്കുന്നത്? സണ്ണ്, എർത്ത്, മൂൺ ഈ രീതിയില് സണ്ണ്, എർത്ത്, മൂൺ ഈ രീതിയില് ഇവർ അറേഞ്ച് ചെയ്യുമ്പോഴാണ് ലൂണാർ എക്ലിപ്സ് ഉണ്ടാവുന്നത്. ഈ സണ്ണിന്റെ ഷാഡോ, സണ്ണിന്റെ ലൈറ്റ് എർത്തിന്റെ ഷാഡോ മൂണിൽ പതിക്കുമ്പോഴാണ് ലൂണാർ എക്ലിപ്സ് ഉണ്ടായത്. അപ്പോൾ നമുക്കറിയാം, നമ്മള് അമ്പിളി മാമനെ കാണുമ്പോൾ ഒരു കംപ്ലീറ്റ് വട്ടം കാണും, പിന്നെ ഒരു ഹാഫ് വട്ടം, ആൻഡ് ഇങ്ങനെ പൊട്ടുപോലെ ഒക്കെ നമ്മൾ കാണുമല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ കാണാൻ കാരണം എന്താ? ഈ എർത്തിന്റെ ഷാഡോ മൂണില് വന്ന് പതിക്കുന്നതാണ്. അപ്പൊ ഈ ഷാഡോ കാണുമ്പോൾ നമുക്ക് അതിന് എന്താണ് മനസ്സിലാവുന്നത്? ഈ ഒരു സ്ഫെറിക്കൽ ഷേപ്പിന്റെ ഷാഡോ ആയത് കാരണം ഇപ്പോ അമ്പിളി മാമനെ ഇങ്ങനെ കണ്ടു, മൂന്ന് നമ്മൾ ഇങ്ങനെ കണ്ടു എന്ന് വിചാരിച്ചോ. ഇതിന്റെ ബാക്കി എത്ര ഇങ്ങനെയാ. ഈ ഭാഗം മുഴുവൻ ഈ എർത്തിന്റെ ഷാഡോ വന്നിട്ട് മറയ്ക്കാണ്. അപ്പൊ എർത്ത് ഒരു സ്ഫിയർ ഷേപ്പ് ആയതുകൊണ്ടല്ലേ അതിന് ഇത്തരത്തിലുള്ള ഒരു ഷാഡോ വരുന്നത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആണ് പിന്നെ മറ്റൊരു പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ആൻഡ് അടുത്തതെന്ന് പറഞ്ഞാൽ പ്ലാനറ്ററി ബോഡീസ് എല്ലാം സ്ഫെറിക്കൽ ആണെന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ മനുഷ്യന്മാർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു രൂപമാണ്. ഒരേപോലെ തല, കൈ, കാല് അതുപോലെയാണ്. അപ്പൊ പൂച്ചകൾക്കൊക്കെ ഒരു രൂപമാണ്, നായകൾക്കൊക്കെ ഒരു രൂപമാണ്. അപ്പോൾ മൊത്തമായിട്ട് എല്ലാ സാധനങ്ങളും എടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരേ ഷേപ്പാണ്. ആൻഡ് നമ്മൾ നോക്കുമ്പോൾ ബാക്കിയുള്ള പ്ലാനറ്ററി ബോഡീസ് എല്ലാം സ്ഫെറിക്കൽ ഷേപ്പാണ്. അപ്പൊ നമ്മുടെ എർത്തും സ്ഫെറിക്കൽ ഷേപ്പ് ആവാം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് അടുത്തത്. ആൻഡ് ഏരിയൽ ഫോട്ടോഗ്രാഫ്. നമുക്കറിയാം, നമ്മുടെ മറ്റ് ഗ്രഹങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ എവിടെയാ ബഹിരാകാശത്ത് നിന്നൊക്കെ പോയി നമ്മുടെ ഭൂമിയുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതൊരു സ്ഫെറിക്കൽ ഷേപ്പ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ എർത്തിന്റെ സ്ഫെറിക്കൽ ഷേപ്പ് ആണെന്ന് കാണിക്കുന്നുള്ള കുറച്ച് പ്രൂഫാണ് ഞാൻ ഈ പറയുന്നത്. മെഗലിന്റെ സർക്കിൾ നാവിഗേഷൻ, സർക്കുലർ ഹൊറൈസോൺ, ഷിപ്പിന്റെ വിസിബിലിറ്റി, സൺറൈസ് ആൻഡ് സൺസെറ്റ്, ലൂണാർ എക്ലിപ്സ്, പ്ലാനറ്ററി ബോഡീസ് ഒക്കെ പൊതുവെ സ്ഫെറിക്കൽ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ എർത്തും സ്ഫെറിക്കൽ ആണ് എന്ന് നമുക്ക് പറയാം. ആൻഡ് ഏരിയൽ ഫോട്ടോഗ്രാഫ്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു കൺസെപ്റ്റ് ആണ് ജിയോഡസി. ജിയോഡസി ഒരു PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ജിയോഡസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? Geodesy is the science of accurately measuring and understanding the Earth geometric shape, orientation in space and gravity field. Okay, അപ്പോൾ ഫണ്ടമെന്റൽ ഒരു എർത്തിന്റെ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ് ആണ് അതിന്റെ ജോമെട്രിക് ഷേപ്പ്, ആൻഡ് അതിന്റെ സ്പേസിലുള്ള അതിന്റെ ഓറിയന്റേഷൻ, അതിന്റെ ഗ്രാവിറ്റി ഫീൽഡ്. ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നത്, ഈ പ്രോപ്പർട്ടീസ് ഒക്കെ കാലാകാലങ്ങളായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. ടൈമിനനുസരിച്ച് ഇതിനൊക്കെ ചെറുതായി ചേഞ്ച് വരും. ഇത്തരത്തിലുള്ള ഇതിന്റെ ചേഞ്ചിനെ പറ്റിയുള്ള പഠനശാഖയാണ് ജിയോഡസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ജിയോഡസി ഒരു PYQ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ആ ടേം നിങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എർത്തിന്റെ ആക്സിസ് ആണ്. നമുക്കറിയാം, ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? എനി ഇമാജിനറി ലൈൻ ദാറ്റ് ഈസ് പാസസ് ത്രൂ സെന്റർ ഓഫ് ദ എർത്ത്. എർത്തിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന ഏതൊരു ഇമാജിനറി ലൈനിലെ സാങ്കല്പിക രേഖയെയും നമ്മൾ എന്തെന്ന് വിളിക്കും? ആക്സിസ് എന്ന് വിളിക്കും. ഇനി ഇമാജിനറി ലൈൻ ദാറ്റ് ഈസ് പാസസ് ത്രൂ സെന്റർ ഓഫ് എർത്ത് ആണ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഭൂമിക്ക് 2 ആക്സിസ് ഉണ്ട്.
ഏതൊക്കെയാണ് ആ രണ്ട് ആക്സിസ്? റൊട്ടേഷണൽ ആക്സിസ് ഉണ്ട്, ഓർബിറ്റൽ ആക്സിസ് ഉണ്ട്. എന്താണ് റൊട്ടേഷണൽ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? റൊട്ടേഷണൽ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അതിന്റെ അച്ചുതണ്ടിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. അതിന്റെ അച്ചുതണ്ടിൽ അത് ഇങ്ങനെ കറക്റ്റ് സ്ഫിയർ ആയി നിന്നിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? അല്ല, അതിന് ചെറുതായിട്ടൊരു ടിൽറ്റ് ഉണ്ട്. ആ ടിൽറ്റ് ആണ് 23.45 ഡിഗ്രി. 23.45 ഡിഗ്രിയാണ്. നമ്മളത് ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ 23.5 എന്നാണ് കാണാൻ സാധ്യത. അതിന്റെ ആ ടിൽറ്റ് ആണ് 23.45 ഡിഗ്രി. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു റൊട്ടേഷണൽ പ്ലെയിൻ വേണ്ടേ? ഒരു റൊട്ടേഷണൽ പ്ലെയിൻ ഉണ്ടെങ്കിലല്ലേ അതിന് ആ റൊട്ടേഷണൽ പ്ലെയിനിൽ കിടന്ന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ എർത്തിന്റെ റൊട്ടേഷണൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് എർത്തിന്റെ മിഡിലൂടെ, എർത്തിന്റെ മധ്യഭാഗത്തു കൂടി റൊട്ടേഷണൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ഇമാജിനറി ലൈനെയാണ് നമ്മൾ റൊട്ടേഷണൽ ആക്സിസ് എന്ന് പറയുന്നത്. എന്താണ്? ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ആ റൊട്ടേറ്റ് ചെയ്യുന്ന റൊട്ടേഷണൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയി എർത്തിന്റെ നടുവിലൂടെ, എർത്തിന്റെ സെന്ററിലൂടെ വരയ്ക്കുന്ന ഇമാജിനറി ലൈനിലാണ് റൊട്ടേഷണൽ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം റൊട്ടേഷൻ ചെയ്യുന്നത് 23.45 അല്ലെങ്കിൽ 23 ഡിഗ്രി ടിൽറ്റിലാണ്. അപ്പൊ അതിന്റെ റൊട്ടേഷണൽ ആക്സിസിന് സ്വാഭാവികമായിട്ടും ചെറിയൊരു എന്തുണ്ടാവും? ടിൽറ്റ് ഉണ്ടാവും. ആൻഡ് അടുത്തതെന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ ആക്സിസ് ആണ്. ഓർബിറ്റൽ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്കറിയാം നമ്മുടെ ഭൂമി റൊട്ടേറ്റ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ സൂര്യന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. റെവല്യൂഷൻ, അതിന് റെവല്യൂഷൻ കൂടെ ഉണ്ട് നമുക്കറിയാം. ഇതാണ് സണ്ണ്. ഓർബിറ്റിൽ, ഒരു നിശ്ചിത ഓർബിറ്റിൽ അത് സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കറങ്ങുന്നത്, ഇതാണ് ഓർബിറ്റൽ പ്ലെയിൻ എന്ന് വിചാരിക്കുക. ഈ ഒരു ഓർബിറ്റൽ പ്ലെയിനിലാണ് നമ്മുടെ ഭൂമി ഇങ്ങനെ സൂര്യ ചുറ്റും റിവോൾവ് ചെയ്യുന്നത്. അപ്പൊ ഈ ഓർബിറ്റൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട്, നമ്മൾ ഭൂമിയുടെ നടുവിലൂടെ വരയ്ക്കുന്ന ലൈനെയാണ് എന്തെന്ന് പറയാ? ഓർബിറ്റൽ ആക്സിസ് എന്ന് പറയാം. അപ്പൊ റൊട്ടേഷണൽ ആക്സിസ് എന്നും ഓർബിറ്റൽ ആക്സിസ് എന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. റൊട്ടേഷണൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഭൂമിയിലൂടെ വരയ്ക്കുന്ന രേഖയെ റൊട്ടേഷണൽ ആക്സിസ് എന്നും, ഓർബിറ്റൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന രേഖയെ ഓർബിറ്റൽ ആക്സിസ് എന്നും പറയും. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഭൂമിക്ക് ടിൽറ്റ് ഉണ്ടെന്ന് അറിയാം. എത്രയാണ് ആ ടിൽറ്റ്? ഞാൻ പറഞ്ഞു 23.5 ഡിഗ്രി, 23.45 ഡിഗ്രി ആണ്. ഈ 23.5 ഡിഗ്രി എവിടെ നിന്നാണ് നമുക്ക് 23.5 ഡിഗ്രി ഉണ്ടെന്ന് പറയാൻ പറ്റുന്നത്? എർത്തിന്റെ ഓർബിറ്റൽ ആക്സിസിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കതിനെ ഓർബിറ്റൽ ആക്സിസിൽ നിന്ന് നോക്കുമ്പോൾ 23.5 ഡിഗ്രി ടിൽറ്റും, റൊട്ടേഷണൽ ആക്സിസിൽ നിന്ന് നോക്കുമ്പോൾ ഓർബിറ്റൽ ഇതല്ലേ ഓർബിറ്റൽ പ്ലെയിന്, ഇത് ഓർബിറ്റൽ ആക്സിസിൽ നിന്ന് നോക്കുമ്പോൾ 23.45 ഡിഗ്രിയും, ഓർബിറ്റൽ ഇതായിരുന്നു നമ്മൾക്ക് ഓർബിറ്റൽ പ്ലെയിൻ ആയിട്ട് ഞാൻ ഇതായിരുന്നു പറഞ്ഞത്. ഈ ഓർബിറ്റൽ പ്ലെയിനെ നമുക്ക് ഇങ്ങനെ കുറച്ച് കയറ്റി ഈ നടുവിലൂടെ വരയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഓർബിറ്റൽ പ്ലെയിനിൽ നിന്ന് നോക്കുമ്പോൾ 66.45 ഡിഗ്രിയും, ഓർബിറ്റൽ ആക്സിസിൽ നിന്ന് നോക്കുമ്പോൾ 23.45 ഡിഗ്രിയാണ് നമ്മുടെ എർത്തിന് ടിൽറ്റ് ഉള്ളത്. അപ്പോൾ എർത്തിന് ടിൽറ്റ് ഉണ്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് അതൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ തരികയാണ്. എർത്തിന് 23.45 ഡിഗ്രി ഓർബിറ്റൽ പ്ലെയിനിൽ നിന്ന് ടിൽറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയി എടുക്കാൻ പറ്റില്ല. കാരണം ഓർബിറ്റൽ ആക്സിസിൽ നിന്നാണ് 23.45 ഡിഗ്രി ടിൽറ്റ് ഉള്ളത്. ഓർബിറ്റൽ പ്ലെയിനിൽ നിന്ന് ടിൽറ്റ് നോക്കുമ്പോൾ 66.45 ഡിഗ്രി ആണ് ഓർബിറ്റൽ പ്ലെയിനിൽ നിന്ന് ടിൽറ്റ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഓർബിറ്റൽ ആക്സിസിൽ നിന്ന് 23.45 ഡിഗ്രി ടിൽറ്റും, ഓർബിറ്റൽ പ്ലെയിനിൽ നിന്ന് 66.45 ഡിഗ്രി ടിൽറ്റുമാണ് നമ്മുടെ ഭൂമിക്ക് ഉള്ളത്. ഓക്കെ, ആ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
ഓക്കെ. ഇനി അടുത്തത് പറയാനുള്ളത് നമുക്കറിയാം, ഞാൻ പറഞ്ഞു രണ്ട് ആക്സിസ് ഉണ്ട് നമുക്ക്. ഓർബിറ്റൽ ആക്സിസും ഉണ്ട്, റൊട്ടേഷണൽ ആക്സിസും ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ സ്വന്തമായി കറങ്ങുക മാത്രമല്ല ചെയ്യുന്നത്. അങ്ങനെ കറങ്ങുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് റൊട്ടേഷൻ. അത് സൂര്യന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? പരിക്രമണം ചെയ്യുകൂടെ ചെയ്യുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് റെവല്യൂഷൻ. റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ. റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് അതിന്റെ ആക്സിസിൽ സണ്ണിന് റിലേറ്റീവ് ആയിട്ട് 24 മണിക്കൂർ കൊണ്ട് കറങ്ങുന്നതിനെയാണ് എന്തെന്ന് പറയാ? റൊട്ടേഷൻ എന്ന് പറയാ. അത് അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ കിടന്ന് ഈ ഒരു നമുക്കറിയാം എത്ര ദിവസം കൊണ്ടാണ് ഭൂമി ഒരു കറക്കം തീർക്കുക എന്ന് നമുക്കറിയാം. 24 മണിക്കൂർ കൊണ്ട്, അതായത് ഒരു ദിവസം കൊണ്ടാണ് ഭൂമി അതിന്റെ കറക്കം തീർക്കുന്നതിന്. അതിന് പറയുന്ന പേരാണ് സോളാർ ടൈം. സോളാർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങാൻ എടുക്കുന്ന സമയത്തെ വിളിക്കുന്ന പേരാണ് സോളാർ ടൈം. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമുക്ക് റൊട്ടേഷൻ എന്ന് പറയുന്നത്. എർത്ത് ഏത് ദിശയിൽ നിന്ന് ഏത് ദിശയിലേക്കാണ് കറങ്ങുന്നത്? നമുക്കറിയാം, എർത്ത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് കറങ്ങുന്നത്. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. അപ്പോൾ വെസ്റ്റ് ടു ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കത് ഒരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എർത്ത് കറങ്ങുന്നത് എന്ന് പറയാം. ഓക്കെ, ഇനി ഇങ്ങനെ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ സിഗ്നിഫിക്കൻസ് ആണ് ഉള്ളത്? എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? ഓക്കെ, എർത്ത് അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഭൂമിയിൽ രാത്രിയും പകലും ഉണ്ടാവുന്നത്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കിടന്ന് ഇങ്ങനെ സ്വന്തം കറങ്ങുന്നത് കൊണ്ടാണ് നമുക്കിവിടെ ഡേയും നൈറ്റും ഉണ്ടാവുന്നത്. എന്താ കാരണം? സണ്ണിൽ നിന്ന് ലൈറ്റ് വരുന്നുണ്ട് ഭൂമി ഇവിടെ. അപ്പോൾ നേരിട്ട് സൂര്യപ്രകാശം പതിക്കുന്ന സ്ഥലത്ത് രാവിലെ ആയിരിക്കും, അതിന്റെ ഒപ്പോസിറ്റ് സൈഡിൽ രാത്രിയായിരിക്കും. ഇതിങ്ങനെ കറങ്ങി വീണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ പകലാവും, ഇവിടെ രാത്രിയാവും. അപ്പോൾ ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കിടന്ന് കറങ്ങുന്നത് കാരണമാണ്, റൊട്ടേഷൻ കാരണമാണ് ഡേയും നൈറ്റും ഉണ്ടാവുന്നത്. ആൻഡ് അതുപോലുള്ള വേറൊരു പ്രതിഭാസമാണ് ഡോൺ ആൻഡ് ടിലൈറ്റ്. എന്താ ഡോൺ ആൻഡ് ടിലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രഭാതവും രാവിലെ വൈകുന്നേരവും, പ്രഭാതവും വൈകുന്നേരം പ്രഭാതവും സായാഹ്നത്തെയാണ് നമുക്ക് ഡോൺ ആൻഡ് ടിലൈറ്റ് എന്ന് പറയുന്നത്. ഇതും നമുക്കറിയാം, രാവിലെയും രാത്രി ഉണ്ടാകുന്നത് ഭൂമി കറങ്ങുന്നത് കാരണമാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രഭാതവും സായാഹ്നവും ഉണ്ടാവുന്നതും ഭൂമി കറങ്ങുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും. ആൻഡ് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമുക്കറിയാം ഈ രാവിലെയും വൈകുന്നേരവും സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്തും സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും ചുവപ്പ് കളറിലായിരിക്കും നമ്മുടെ അന്തരീക്ഷം കാണപ്പെടുന്നത്. ഇതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നിന്ന് സൂര്യൻ ഇങ്ങനെ സൂര്യപ്രകാശം പതിക്കുമ്പോൾ ഭൂമി ഇങ്ങനെ കിടന്ന് കറങ്ങുമ്പോൾ അതായത് ഭൂമി അകലും തോറും, സൂര്യപ്രകാശം അകലും തോറും വേവ് ലെങ്ത് കൂടിയ നിറങ്ങളായ വിബ്ജിയോറിലെ റെഡ് മുതലായ കളറായിരിക്കും നമുക്ക് കാണുന്നത്. നമ്മളതൊക്കെ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സ്കാറ്ററിങ് കാരണമായിരിക്കും ഇതുപോലെ ചുവന്ന രാവിലെയും വൈകുന്നേരവും ചുവപ്പ് കളറിൽ അന്തരീക്ഷം കാണപ്പെടുന്നത് നമുക്കറിയാം. ഓക്കെ, ആൻഡ് നമുക്കറിയാം വെതർ. എന്താ വെതർ ഫിനോമിന? ഡൈവേഴ്സ് വെതർ ഫിനോമിന കാരണമാവുന്നത് ഇതുപോലെ ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതാണ്. എന്താണ് ഡൈവേഴ്സ് വെതർ ഫിനോമിന? വെതറും ക്ലൈമറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്കറിയാം. വെതർ എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ടൈമില് വിസിബിൾ ആവുന്ന കാലാവസ്ഥയെ വെതർ എന്നും, എന്നാൽ അത് ലോങ് ടൈമിൽ കുറെ നേരത്തിന് നമുക്ക്, അതായത് ഒരു 5-6 വർഷത്തിന് നമ്മൾക്ക് അനുഭവപ്പെടുന്ന കാലാവസ്ഥയെ ക്ലൈമറ്റ് എന്നും വിളിക്കും. അപ്പോൾ ഈ ചെറിയ വെതർ ഫിനോമിനയ്ക്ക് കാരണം എന്തായിരിക്കും? ഈ എർത്തിന്റെ റൊട്ടേഷൻ ആണ്. ആൻഡ് എവർ ഗ്രീനിങ് ഓഫ് എർത്ത്. ഭൂമി കറങ്ങിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഭൂമിയിൽ ഇങ്ങനെ ഇതുപോലെ പച്ചപ്പൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നത് കൊണ്ടാണ്. അത് നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കിടന്ന് കറങ്ങുന്നില്ലായിരുന്നെങ്കിൽ സൂര്യപ്രകാശം ഒരു ഭാഗത്ത് മാത്രം പതിക്കും. അപ്പോൾ സൂര്യപ്രകാശം അവിടെ മാത്രം പതിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല്
അവിടെ ഭയങ്കര ചൂടായിരിക്കും. അവിടെ ഒരു ജീവജാലങ്ങൾക്കോ പുൽനാമ്പുകൾക്കോ ഒന്നും വളരാൻ പറ്റിയ ഒരു കാലാവസ്ഥ ഉണ്ടാവില്ല. ആൻഡ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് വളരെ തണുപ്പായിരിക്കും, ഐസ് ആയിരിക്കും. അവിടെ ഒരിക്കലും ഒന്നും പച്ചപ്പ് കാണാൻ പറ്റില്ല. അപ്പോൾ എവർ ഗ്രീനിങ് ഓഫ് എർത്തും ഭൂമിയുടെ റൊട്ടേഷൻ കാരണം ഉണ്ടാവുന്ന ഒരു ഫിനോമിനാണ്. ആൻഡ് ഓഷ്യൻ കറൻസ് ആൻഡ് വിൻഡ്സ്. ഓഷ്യൻ കറൻസും വിൻഡ്സും നമ്മൾ വേറൊരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റൊട്ടേഷൻ കാരണമാണ് ഓഷ്യൻ കറൻസും വിൻഡ്സും ഉണ്ടാവുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എർത്തിന് രണ്ട് മൂവ്മെന്റ്സ് നമ്മൾ പറഞ്ഞു, റൊട്ടേഷനും റെവല്യൂഷനും. ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക്കലി അറിയുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ നമുക്ക് ഇത്തരം ബേസിക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സെക്ഷൻ വെച്ചത്. ആൻഡ് significance of rotation എന്ന് പറഞ്ഞാൽ day and night, dawn and twilight, diverse weather phenomenon, evergreening of earth, ocean currents and winds. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു ക്ലാസ്സിൽ ഓഷ്യൻ കറൻസും വിൻസും ഒരു സെക്ഷൻ തന്നെ എടുക്കേണ്ടതുണ്ട്. ആൻഡ് അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റെവല്യൂഷൻ ആണ്. എർത്ത് അതിന്റെ സണ്ണിന് ചുറ്റും എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ മൂവ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയാ, റെവല്യൂഷൻ എന്ന് പറയുന്നത്. എർത്ത് റിവോൾവ് ചെയ്യുന്നതും ഏത് ഡയറക്ഷനിലാണ്? ഈ പിക്ചർ നിങ്ങൾക്ക് ക്ലിയർ അല്ലെന്ന് തോന്നുന്നുണ്ട്. എർത്ത് റിവോൾവ് ചെയ്യുന്നതും വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എർത്ത് സൂര്യന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്. ഇത് സണ്ണിന് ചുറ്റും എർത്ത് റിവോൾവ് ചെയ്യുന്നുണ്ട്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എർത്ത് റിവോൾവ് ചെയ്യുന്നത്. ഒരു റെവല്യൂഷന് എത്ര ദിവസം എടുക്കുന്നുണ്ട് നമുക്കറിയാം. 365.242 അല്ലെങ്കിൽ 365.4 ദിവസമാണ് എടുക്കുന്നത്. നമുക്കറിയാം 365.4 ദിവസം എടുക്കുന്നു. അപ്പൊ നമ്മൾ ഒരു വർഷത്തില് 365 ദിവസം ഉണ്ടെന്നാണ് എടുക്കുന്നത്. എന്നിട്ട് ഈ 1/4 ഹവേഴ്സ് എല്ലാം കൂട്ടി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലീപ്പ് ഇയർ. അങ്ങനെയാണ് ലീപ്പ് ഇയറിൽ ഫെബ്രുവരി 29 ദിവസം വരുന്നത്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ആൻഡ് റെവല്യൂഷന്റെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 30 km/s ആണ്. റെവല്യൂഷന് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങാൻ എടുക്കുന്ന സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 30 km/s ആണ്. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ സിഗ്നിഫിക്കൻസ്. അതായത് നമ്മൾ റൊട്ടേഷന്റെ സിഗ്നിഫിക്കൻസ് പറഞ്ഞു. അടുത്തത് റെവല്യൂഷന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. റെവല്യൂഷൻ കാരണമാണ് സീസണൽ ചേഞ്ചസ് ഉണ്ടാവുന്നത്. സീസണൽ ചേഞ്ചസ് ഉണ്ടാവുന്നതിന് കാരണം റെവല്യൂഷനാണ്. ആൻഡ് വേരിയിങ് ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ്. സൂര്യന് ചുറ്റും ഇങ്ങനെ നമുക്കറിയാം ഡേയും നൈറ്റും ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. റൊട്ടേഷൻ കാരണമാണ് ഭൂമിയിൽ രാത്രിയും പകലും നമുക്ക് അനുഭവപ്പെടുന്നത്. രാത്രിയും പകലും അനുഭവപ്പെടാൻ കാരണം ഭൂമിയുടെ റൊട്ടേഷൻ ആണ്. പക്ഷെ എല്ലാ സമയങ്ങളിലും നമുക്ക് ഒരേ രാത്രിയും ഒരേ പകലുമല്ല അനുഭവപ്പെടുക. 12 മണിക്കൂർ രാത്രിയും 12 മണിക്കൂർ പകലും അല്ല നമുക്ക് അനുഭവപ്പെടുക. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ചില സമയങ്ങളിൽ രാവിലെ പകലിന്റെ ദൈർഘ്യം കൂടുകയും രാത്രിയുടെ ദൈർഘ്യം കുറയുകയും, ചില സമയങ്ങൾ അത് ഈക്വൽ ആയിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഡേയുടെയും നൈറ്റിന്റെയും വേരിയേഷൻ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റെവല്യൂഷൻ, എർത്ത് സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നത് കാരണമാണ് ഇത്തരത്തിൽ വേരിയിങ് ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാവുന്നത്. നമുക്കറിയാം ഇക്വിനോക്സും സോളിസ്റ്റിസും എന്താണെന്ന് നമുക്കറിയാം. ഇക്വിനോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈക്വൽ ഡേയും നൈറ്റും ആണ്. സോളിസ്റ്റിസില് ഡേയോ നൈറ്റോ കൂടി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനും കാരണം എന്താണ്? എർത്തിന്റെ റെവല്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ സീസൺസ് ഉണ്ടാവാൻ കാരണം എർത്തിന്റെ റെവല്യൂഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. വേരിയിങ് ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ്, ഡേയും നൈറ്റും അതിന്റെ ലെങ്ത് വ്യത്യാസം വരാൻ കാരണം റെവല്യൂഷൻ ആണെന്ന് പറഞ്ഞു. എക്വിനോക്സും സോളിസ്റ്റിസും റെവല്യൂഷൻ കാരണം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി എക്വിനോക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ ഡേയും ഈക്വൽ നൈറ്റും ആയിരിക്കും. രാവും പകലും തുല്യമായ സമയത്തിനെയാണ് നമ്മൾ ഇക്വിനോക്സ് എന്ന് പറയുക. അത്തരം ഓട്ടം സ്പ്രിങ് നമുക്കറിയാം 4 സീസൺസ് ആണ്. നമ്മൾ പൊതുവേ 4 സീസൺസ് ആണ് പറയുക. പക്ഷെ നമ്മൾ ഇന്ത്യക്കാർക്ക്
6 സീസൺസ് വരെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഓട്ടം സ്പ്രിങ്ങുമാണ് പ്രധാനമായിട്ട്. ഓട്ടം, സ്പ്രിംഗ്, വിന്റർ, സമ്മർ ഈ 4 കാലങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. അപ്പൊ ഇക്വിനോക്സ് ഓട്ടം സ്പ്രിംഗ് ഈക്വൽ ഡേയും ഈക്വൽ നൈറ്റും ആയിരിക്കും. ഓട്ടം സ്പ്രിംഗ് കാലഘട്ടത്തില് ഈക്വൽ നൈറ്റും ഈക്വൽ ഡേയും ആയിരിക്കും. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇക്വേറ്ററില് സൂര്യപ്രകാശം നേരിട്ട് ഇക്വേറ്ററിൽ പതിക്കുന്ന സമയത്തെയാണ് നമ്മൾ ഇക്വിനോക്സ് എന്ന് പറയുന്നത്, അല്ലെ? ഇക്വിനോക്സ് മാർച്ച് 21 മുതൽ 22 വരെയും സെപ്റ്റംബർ 22 മുതൽ 23 വരെയും. ഇക്വിനോക്സ് അനുഭവപ്പെടുന്ന കാലം ഏതാണ് പറയുന്നത്? മാർച്ച് 21 മുതൽ 22 വരെയും സെപ്റ്റംബർ 22 മുതൽ 23 വരെയും. ഈ സമയത്ത് സൂര്യപ്രകാശം നമ്മുടെ ഇക്വേറ്ററിൽ ലംബമായി പതിക്കുകയും സൂര്യപ്രകാശം ഇക്വേറ്ററിൽ നേരിട്ട് പതിക്കുകയും ആ സമയത്ത് രാവിന്റെയും പകലിന്റെയും ദൈർഘ്യം തുല്യമാവുകയും ചെയ്യും. അതാണ് ഇക്വിനോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ രണ്ട് ഹെമിസ്ഫിയറിലും ഇക്വേറ്ററിൽ നേരിട്ട് പതിക്കുന്നത് കൊണ്ട് 2 ഹെമിസ്ഫിയറിലും നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും ഹീറ്റിന്റെ സോളാർ എനർജിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ആവും. ഓക്കെ. ആൻഡ് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോളിസ്റ്റേസ് ആണ്. സോളിസ്റ്റേസ് സമ്മർ സോളിസ്റ്റേസ് ഉണ്ട്, വിന്റർ സോളിസ്റ്റേസ് ഉണ്ട്. സമ്മർ സോളിസ്റ്റേസ് എപ്പോഴാണ് നമുക്ക് അനുഭവപ്പെടുന്നത്? ജൂൺ 21 to 22 ആണ്. ആ സമയത്ത് സോളാർ റേഡിയേഷൻ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് കൂടുതലായിട്ട് പതിക്കുക. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സൂര്യപ്രകാശം കൂടുതലായി പതിക്കുമ്പോൾ നമുക്ക് പകല് എന്തായിട്ട് ഭൂമി ഇരിക്കുന്നത് ഏത് ഇന്ത്യ നമ്മൾ ഇരിക്കുന്നത് ഏത് ഹെമിസ്ഫിയറിലാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്, അല്ലെ? അപ്പൊ നമുക്ക് ആ സമയത്ത് പകൽ കൂടുതലായി തോന്നും. വിന്റർ സോൾസ്റ്റേസിൽ നമുക്ക് എന്തായി തോന്നും? ഡിസംബർ 21 മുതൽ 22 വരെയുള്ള സമയത്താണ് വിന്റർ സോൾസ്റ്റേസ്. ആ സമയത്ത് സൂര്യപ്രകാശം സദേൺ ഹെമിസ്ഫിയറിലാണ് കൂടുതലായി പതിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നൈറ്റ് കൂടുതലായി തോന്നും. ഓക്കെ. അപ്പോൾ ഞാനിപ്പോ നമ്മുടെ ഇന്ത്യയുടെ കേസ് എടുത്തിട്ടാണ് ഇത് പറഞ്ഞത്. സൂര്യപ്രകാശം 4 സാധ്യതകളാണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ 2 കണ്ടീഷനില് എർത്തിന്റെ ഇക്വേറ്ററിൽ ലംബമായി പതിക്കും. ഇക്വേറ്ററിൽ നേരിട്ട് പതിക്കുമ്പോൾ 2 ഹെമിസ്ഫിയറിലും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സോളാർ എനർജി ആയിരിക്കും. അതുകൊണ്ട് 2 ഹെമിസ്ഫിയറിലും ഈക്വൽ ഡേയും ഈക്വൽ നൈറ്റും ആയിരിക്കും. അപ്പോൾ രാവിന്റെയും പകലിന്റെയും ദൈർഘ്യം തുല്യമായി വരുന്ന സമയത്തിനെയാണ് നമ്മൾ ഇക്വിനോക്സ് എന്ന് പറയുന്നത്. അതിന്റെ ദിവസങ്ങൾ ഏതൊക്കെയാ? മാർച്ച് 21 സെപ്റ്റംബർ 22. മാർച്ച് 21 to 22 സെപ്റ്റംബർ 22 to 23. ഓക്കെ. അടുത്തെന്ന് പറഞ്ഞാൽ സമ്മർ സോൾസ്റ്റേസ്. സമ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സമ്മർ സോൾസ്റ്റേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചൂട് എന്തായിരിക്കും? അത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ സൂര്യപ്രകാശം കൂടുതലായി പതിക്കുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ആ സമയത്ത് നമുക്ക് പകലിന്റെ ദൈർഘ്യം കൂടുതലായി തോന്നും. ജൂൺ 21 to 22 ആണ് ഈ സമയം. ആൻഡ് ഡിസംബർ 21 to 22 വിന്റർ സോൾസ്റ്റൈസ് ആണ്. ആ സമയത്ത് സദേൺ ഹെമിസ്ഫിയറിലാണ് സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നത്. ആ സമയത്ത് നമുക്ക് നൈറ്റിന്റെ ദൈർഘ്യം കൂടും. ഓക്കെ. അപ്പോൾ എർത്തിന്റെ റെവല്യൂഷന്റെ സിഗ്നിഫിക്കൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ സമ്മർ സോൾസ്റ്റേസ് ഒക്കെ ഒന്നുകൂടെ ഔട്ടം സ്പ്രിംഗ് ഇതിന്റെ ഒരു ഡീറ്റെയിൽ ക്ലാസ് വീണ്ടും എടുക്കുന്നതാണ്. ഞാനിപ്പോ ഈ സിഗ്നിഫിക്കൻസ് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞേ ഉള്ളൂ. അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും പരിചിതമായ കാര്യം തന്നെയായിരിക്കും. എന്നാലും ഞാനൊന്ന് പറയാം. ലാറ്റിറ്റ്യൂഡ് മാത്രമേ ഞാൻ ഇന്ന് ക്ലാസ്സിൽ എടുക്കുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ലോഞ്ചിറ്റ്യൂഡും മറ്റു കാര്യങ്ങളിലും അടുത്ത ക്ലാസ്സിലേക്ക് പോവാം. ഹീറ്റ് സോൺസും അതൊക്കെ എടുക്കാനുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ. ഇനി ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ലാറ്റിറ്റ്യൂഡ് ഈസ് ദ ആംഗുലർ ഡിസ്റ്റൻസ് ഓഫ് എ പ്ലേസ് ഓൺ എർത്ത് സർഫസ് മെഷേർഡ് ഇൻ ഡിഗ്രീസ് ഫ്രം ദ സെന്റർ ഓഫ് ദ എർത്ത്. എർത്തിന്റെ സെന്ററിൽ നിന്ന് എടുക്കുന്ന ആംഗുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്താ പറയാ? ലാറ്റിറ്റ്യൂഡ് എന്ന് പറയാം.
എർത്തിന്റെ സെന്ററിൽ നിന്ന് ഓരോ പോയിന്റും ഈ എർത്തിന്റെ ഇതാണ് നമ്മുടെ ഇക്വേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേറ്ററിൽ നിന്ന് ഓരോ ആംഗുലർ ഡിസ്റ്റൻസിലും പാരലായി വരയ്ക്കുന്ന രേഖകളെയാണ് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് അല്ലെ. ഈ ഡിസ്റ്റൻസിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് ആംഗിളിലാണ്. കാരണം ഇതൊരു സ്ഫിയറിന്റെ ഡിസ്റ്റൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലേ. അപ്പൊ നമുക്ക് അതിനെ ഒരു ആംഗിളിലാണ് നൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ആംഗുലർ ഡിസ്റ്റൻസ് ആണ് ഇക്വേറ്ററിൽ നിന്ന് വരയ്ക്കുന്ന ആംഗുലർ ഡിസ്റ്റൻസിനെയാണ് വരയ്ക്കുന്ന ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ലാറ്റിറ്റ്യൂഡ് പാരലൽ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാറ്റിറ്റ്യൂഡ് നമ്മൾ പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് എന്നാണ് പറയുന്നത്. ഇതില് മാക്സിമം ഡിഗ്രി ഓഫ് ലാറ്റിറ്റ്യൂഡിന്റെ മാക്സിമം ഡിഗ്രി എത്രയാണ്? 0 ഡിഗ്രി, 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോയിന്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അവിടെ ഒരു ലൈൻ ഒന്നും കാണാനില്ല, അതൊരു പോയിന്റ് ആണ്. ആ പോയിന്റിനെ നമ്മൾ എന്ത് പറയും? നോർത്ത് പോൾ എന്ന് പറയും. ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഉള്ള മാക്സിമം ഡിഗ്രി ഓഫ് ലാറ്റിറ്റ്യൂഡിന് നോർത്ത് പോൾ എന്നും സദേൺ ഹെമിസ്ഫിയറിലുള്ള മാക്സിമം ഡിഗ്രി ഓഫ് ലാറ്റിറ്റ്യൂഡിന് സൗത്ത് പോൾ എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇക്വേറ്ററിൽ നിന്നും പാരലലായി വരയ്ക്കുന്ന ഓരോ ആംഗുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു ഇമേജിനറി ലൈൻ ആണ്. ഇക്വേറ്ററിന്റെ പ്രത്യേകത എന്താ? ഇക്വേറ്റർ എർത്തിനെ 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും സദേൺ ഹെമിസ്ഫിയർ എന്നും 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സാങ്കല്പിക രേഖയാണ് ഇക്വേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഭൂമധ്യരേഖ. അപ്പോൾ ഇക്വേറ്ററിൽ നിന്ന് വരയ്ക്കുന്ന പാരലലായ ലൈൻസിനെ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയും. നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാക്സിമം ഡിഗ്രി ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ഉള്ള പോയിന്റുകളെ പോൾസ് എന്ന് പറയും. നോർത്തേൺ പോളും സദേൺ പോളും, നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടെന്ന് നമുക്കറിയാം. ആൻഡ് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വേറ്റർ ആണ്. ഇക്വേറ്റർ ഭൂമിയെ 2 തുല്യമായ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ള കാര്യങ്ങളാണ് ടോപ്പിക് ഓഫ് ക്യാൻസറും ടോപ്പിക് ഓഫ് കാപ്രിക്കോണും ആർട്ടിക് സർക്കിളും അന്റാർട്ടിക് സർക്കിളും പഠിക്കാണ്ട്, ലോഞ്ചിറ്റ്യൂഡ് പഠിക്കാണ്ട്. അതൊന്നും ഞാൻ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ തരാമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. ആൻഡ് ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് ഞാനിന്ന് കുറേ വലിച്ചു നീട്ടി എടുക്കുന്നില്ല. ചെറിയൊരു പോർഷനിൽ നമുക്ക് അവസാനിപ്പിക്കാം. ആൻഡ് ഞാനിതിന്റെ കുറച്ചധികം MCQകൾ ഇത് ഷെയർ ചെയ്യും. അത് എല്ലാവരും ചെയ്തു നോക്കണം. ചെറിയ പോർഷൻ ആണെങ്കിൽ പോലും അതിൽ നിന്ന് എങ്ങനെ അഡ്വാൻസ് ആയ ലെവലിൽ ചോദ്യം ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഈ പോർഷൻ ഞാൻ തന്ന സ്ലൈഡ് മാത്രമല്ലാതെ മറ്റു പുസ്തകങ്ങളിൽ നിന്ന് റെഫർ ചെയ്ത് ഇരിക്കുക. ഞാനൊരു 5 മണിക്ക് ഇന്ന് മോക്ക് ടെസ്റ്റ് ഇടും. നിർബന്ധമായിട്ട് എല്ലാവരും അത് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയാം. എന്ന് ചെറിയ പോർഷനെ ഞാൻ കവർ ചെയ്യുന്നുള്ളൂ. ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളെ മടുപ്പിക്കണ്ട എന്ന് വിചാരിച്ചു. നമ്മുടെ സിലബസ് കുറച്ച് വാസ്റ്റ് ആയ സിലബസ് ആണ്. സിലബസ് നമ്മൾ പ്രിലിംസിന്റെ സിലബസായി സെയിം ആണെങ്കിൽ പോലും കുറച്ച് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കുറച്ച് കൂടുതലുള്ളത് കാരണം നമ്മൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലിലുള്ള മോക്ക് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. ഞാൻ നിങ്ങൾക്ക് ഇന്ന് ക്വസ്റ്റ്യൻസ് എന്തായാലും ഷെയർ ചെയ്യാം. ഇന്ന് തന്നെ അത് അറ്റൻഡ് ചെയ്യണം, എല്ലാവരും അറ്റൻഡ് ചെയ്യണം. എർത്തിന്റെ സ്ട്രക്ചറിനെ പറ്റി പറയുന്നുണ്ട്. എർത്തിന്റെ സ്ഫെറിക്കൽ ഷേപ്പിന്റെ എവിഡൻസ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. മാഗല്ലന്റെ സർക്കിൾ നാവിഗേഷനും സർക്കുലർ ഹൊറൈസൺ, ഷിപ്പ് വിസിബിലിറ്റി, സൺറൈസ്, സൺസെറ്റ്, ലൂണാർ എക്ലിപ്സ്, പ്ലാനറ്ററി ബോഡീസ് ഒക്കെ സ്ഫെറിക്കൽ ആണ്. ഏരിയൽ ഫോട്ടോഗ്രാഫ്സ്. ആൻഡ് അടുത്തത് ജിയോഡസി എന്ന കൺസെപ്റ്റ് ആണ്. ജിയോഡസി എന്ന കൺസെപ്റ്റിനെ പറ്റി കൂടുതൽ കിട്ടുമെങ്കിൽ നിങ്ങൾ അത് പ്രിപ്പയർ ചെയ്യണം. ആക്സിസ് ഓഫ് എർത്തിന് 2 ആക്സിസ് ആണുള്ളത് പറഞ്ഞു. റൊട്ടേഷണൽ ആക്സിസും ഉണ്ട്, ഓർബിറ്റൽ ആക്സിസും ഉണ്ട്. റൊട്ടേഷണൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയി വരയ്ക്കുന്ന ആക്സിസിനെ റൊട്ടേഷണൽ ആക്സിസ് എന്നും
ഓർബിറ്റൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയി വരയ്ക്കുന്ന ആക്സിസിനെ ഓർബിറ്റൽ ആക്സിസ് എന്നും പറയുന്നു ഞാൻ പറഞ്ഞു. ആൻഡ് ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഓർബിറ്റൽ പ്ലെയിന് എർത്തിന് ഓർബിറ്റൽ പ്ലെയിനിൽ നിന്നും 23.5 ഡിഗ്രി ടിൽറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നിങ്ങൾ എന്ത് ചെയ്യും? ശരിയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലേ. ഓർബിറ്റൽ ആക്സിസിൽ നിന്നാണ് എർത്തിന് 23.5 ഡിഗ്രി ടിൽറ്റ് ഉള്ളത്. ഓർബിറ്റൽ പ്ലെയിനിൽ നിന്ന് 66 ഡിഗ്രി ടിൽറ്റ് ആണ് നമ്മുടെ ഭൂമിക്കുള്ളത്. ആൻഡ് മൂവ്മെന്റ്, എർത്തിന് രണ്ട് മൂവ്മെന്റ്സ് ആണുള്ളത്, റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ. റൊട്ടേഷന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഡേ ആൻഡ് നൈറ്റ്, ഡോൺ ആൻഡ് ട്വിലൈറ്റ്, ഡൈവേഴ്സ് വെതർ ഫിനോമിന, എവർഗ്രീനിങ് ഓഫ് എർത്ത്, ഓഷ്യൻ കറന്റ്സ് ആൻഡ് വിൻഡ്സ്. ആൻഡ് റെവല്യൂഷന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. നമുക്കറിയാം സീസൺസ് ഉണ്ടാവാനുള്ള കാരണം എർത്തിന്റെ റെവല്യൂഷൻ ആണ്. ഡേയുടെയും നൈറ്റിന്റെയും ദൈർഘ്യത്തിലുള്ള വ്യത്യാസം, ഇക്വിനോക്സും സോൾസ്റ്റിസും. ഇതിനെ പറ്റി നമ്മൾ പറഞ്ഞു. ആൻഡ് നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് ലാറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ടാണ്. ലാറ്റിറ്റ്യൂഡിനെ പറ്റി ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എന്താണ് ലാറ്റിറ്റ്യൂഡ്, എന്താണ് മാക്സിമം ഡിഗ്രി ഓഫ് ലാറ്റിറ്റ്യൂഡ്, മിനിമം ഡിഗ്രി ഓഫ് ലാറ്റിറ്റ്യൂഡ്, ഇത്രയും കാര്യങ്ങളെ പറ്റിയേ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയി എടുക്കാം. ഇന്നത്തെ മോക്ക് ടെസ്റ്റ് എല്ലാവരും ചെയ്യണം. ഞാൻ കൃത്യം 5 മണിക്ക് നമ്മുടെ ഫോക്കസ് ബാച്ചിൽ ക്വസ്റ്റ്യൻസ് ഇടും. എല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.